കേരള സഭയുടെ തനത് വ്യക്തിത്വം വീണ്ടെടുക്കാൻ രണ്ടാം ഭാഗം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. ഞാൻ ജോർജ് മൂലേച്ചാലിൽ. കേരള നസ്രാണി സഭയുടെ തനത് വ്യക്തിത്വം വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പൗരസ്ത്യവും പാശ്ചാത്യമായ റോമൻ സഭകളുമായുണ്ടായ ബന്ധത്തിലൂടെ എങ്ങനെയാണ് ഈ സഭയുടെ തനിമ നഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ചുമാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ കൽദായ സഭ ഈ സഭയ്ക്ക് മേൽ ഒരു ആധ്യാത്മിക മേൽക്കോയ്മയാണ് അടിച്ചേൽപ്പിച്ചതെങ്കിൽ, പാശ്ചാത്യ സഭ ഉദയംപേരൂർ സൂനകദോസിലൂടെ ഈ സഭയ്ക്ക് മേൽ ആധ്യാത്മികവും ഭൗതികമായ അധിനിവേശമാണ് നടത്തിയത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്തത്. 1599 നടന്ന ഉദയംപേരൂർ സൂനകദോസ് എന്ന ചരിത്ര സംഭവത്തെ സ്വതന്ത്ര ബുദ്ധിയോടെ നോക്കിക്കാണാൻ നാം എന്നല്ല ആര് തന്നെ തയ്യാറായാലും അത് തികച്ചും അക്രൈസ്തവവും അധാർമികവും കിരാതവുമായ ഒരു പ്രവൃത്തിയായി മാത്രമേ കാണാൻ കഴിയൂ. കേരളത്തിൽ പുരാതന കാലം മുതലേ നിലനിന്നിരുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ അപ്പാടെ എവിടെയോ കിടക്കുന്ന പോർട്ടുഗീസ് രാജാവിൻ്റെ മതപരവും രാഷ്ട്രീയമായ പ്രജകളാക്കുകയെന്ന ദുഷ്ടബുദ്ധിയാണ് കത്തോലിക്ക സഭയുടെ ലേബലിൽ അന്നത്തെ ഗോവ ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസിസ് നടത്തിയെടുത്തത്. കേരള നസ്രാണി സഭയുടെ തനിമ തകർക്കാനും റോമിൻ്റെ അടിമസഭയാക്കാനും ഉദ്ദേശിച്ചുള്ള ആർച്ച് ബിഷപ്പ് മെനേസിസിൻ്റെ ഈ നീക്കത്തിനെതിരെ കടുത്ത ചെറുത്തുനിൽപ്പാണ് നസ്രാണി ക്രൈസ്തവരുടെ ഭാഗത്തുനിന്ന് അന്നുണ്ടായത്. മുമ്പ് സൂചിപ്പിച്ച ബൂളാപ്രകാരം, അതായത് മാർപ്പാപ്പ നൽകിയ അധികാരപത്രപ്രകാരം ഇന്ത്യയിലെവിടെയും മെത്രാന്മാരെ നിയോഗിക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ടെന്ന് പോർട്ടുഗീസുകാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ നസ്രാണി ക്രൈസ്തവർക്ക് സമ്മതമല്ലായിരുന്നു. അതുപോലെ തന്നെ അന്നിവിടെ ഉണ്ടായിരുന്ന കൽദായ ബിഷപ്പും ഗോവ ആർച്ച് ബിഷപ്പ് മെനേസിസിന് വിധേയനായിരിക്കണമെന്ന് അവർ ശഠിച്ചു. അതും നസ്രാണികൾ അംഗീകരിച്ചില്ല. ഗോവയിൽ നടന്ന പ്രാദേശിക സൂനദോസുകളിൽ പങ്കെടുക്കാൻ അന്നിവിടെ മെത്രാനായിരുന്ന മാർ എബ്രാഹിം നിർബന്ധിക്കപ്പെട്ടു. പോർട്ടുഗീസ് മെത്രാന് ഈ സഭയുടെയും മെത്രാൻ്റെയും മേൽ നിയന്ത്രണാധികാരം നൽകുന്നവയായിരുന്നു സൂനകദോസ് തീരുമാനങ്ങൾ. മാർ എബ്രാഹിമിൻ്റെ മരണശേഷം അന്നത്തെ ജാതിക്ക് കർത്തവ്യൻ ഗീവർഗീസിനെ മെരുക്കാൻ ഗോവ ആർച്ച് ബിഷപ്പ് മെനേസിസ് പരിശ്രമം ആരംഭിച്ചു. ഗോവൻ കത്തോലിക്ക സഭയുടെ വിധേയത്വം പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞ നടത്തണമെന്നും തൻ്റെ കീഴിലുള്ള 2 വൈദികരെ ഉപദേഷ്ടാക്കളായി അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതൊന്നും അംഗീകരിക്കാൻ ജാതിക്ക് കർത്തവ്യൻ ഗീവർഗീസ് തയ്യാറായില്ല. അന്തരിച്ച മാർ ഇബ്രാഹിമിന് പകരമായി ഒരു പേർഷ്യൻ മെത്രാൻ വന്നെത്തുമെന്നും പിന്നെ സത്യപ്രതിജ്ഞയുടെ പ്രശ്നം ഉണ്ടാവുകയില്ലെന്നും അദ്ദേഹം കരുതിയിരുന്നു. എന്നാൽ പേർഷ്യൻ ഉൾക്കടലിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ മുഴുവൻ തുറമുഖങ്ങളിലും കാവലിൽ നിന്ന് പേർഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെട്ട മുഴുവൻ വൈദികരെയും മെത്രാന്മാരെയും പോർട്ടുഗീസുകാർ പിടികൂടി തടവിലാക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് ജാതിക്ക് കർത്തവ്യൻ അങ്കമാലിയിൽ നസ്രാണികളുടെ ഒരു പള്ളി പ്രതിപുരുഷ യോഗം വിളിച്ചു ചേർക്കുകയും ബാബിലോണിൽ നിന്നുള്ള മെത്രാന്മാരെ മാത്രമേ തങ്ങൾ അംഗീകരിക്കൂ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. കൂടാതെ മാർത്തോമയുടെ മാർഗവും വഴിപാടും സംരക്ഷിക്കാൻ ആളും അർത്ഥവും നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് പള്ളി പ്രതിപുരുഷന്മാർ ജാതിക്ക് കർത്തവ്യന് വാക്കുകൊടുക്കുകയും ആ തീരുമാനം കേരളത്തിലുടനീളം അറിയിക്കുകയും ചെയ്തു. ഈ നടപടി ആർച്ച് ബിഷപ്പ് മെനേസിസിനെ ചൊടിപ്പിച്ചു. എങ്ങനെയും നസ്രാണി സഭയെ തൻ്റെയും മാർപ്പാപ്പാടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു. പോർട്ടുഗീസുകാരുടെ താവളമായിരുന്ന കൊച്ചിയിൽ 1599 ഫെബ്രുവരി 1 എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണമാണ് നൽകപ്പെട്ടത്. അന്നത്തെ കൊച്ചി രാജാവ് കേശവരാമവർമ്മ അദ്ദേഹത്തെ ചെന്ന് കാണുക മാത്രമല്ല, ആർച്ച് ബിഷപ്പിൻ്റെ ലക്ഷ്യസാധ്യത്തിന് ആവശ്യമായ എല്ലാ ഒത്താശകളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. മെനേസിസ് ഒരു മെത്രാപ്പൊലീത്ത മാത്രമായിരുന്നില്ല, പോർട്ടുഗീസ് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ 2ാമത്തെ ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം വൈസ്രോയിയായും ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും പ്രബലനായിരുന്ന മെനേസിസിന് വേണ്ടി കൊച്ചി രാജാവ് എല്ലാ ക്രൈസ്തവരും ആർച്ച് ബിഷപ്പ് മെനേസിസിനെ അനുസരിക്കണമെന്നും അല്ലാത്തവരുടെ വസ്തുക്കൾ കണ്ടുകെട്ടുമെന്നും തൻ്റെ മന്ത്രിയെ കൊണ്ട് പെരുമ്പറയടിച്ച് വിളംബരം ചെയ്യിച്ചു. എന്നിട്ടും ആർച്ച് ബിഷപ്പിന് വഴങ്ങാതിരുന്ന ജാതിക്ക് കർത്തവ്യനെ തടവിലാക്കണമെന്ന് മെനേസിസ് കൊച്ചി രാജാവിനോട് ആവശ്യപ്പെട്ടു. അതിൽ ശങ്കിച്ചു നിന്ന കൊച്ചി രാജാവിനെതിരെ ജാതിക്ക് കർത്തവ്യനെ തടവിലാക്കാത്ത പക്ഷം പോർട്ടുഗീസ് രാജാവ് പകരം വീടുന്നതായിരിക്കും എന്ന് ആർച്ച് ബിഷപ്പ് മെനേസിസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഭയന്നുപോയ കൊച്ചി രാജാവ് തുടർന്ന് ഉടനെ തന്നെ ആർച്ച് ബിഷപ്പിന് കീഴടങ്ങാൻ ജാതിക്ക് കർത്തവ്യനോട് കൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ രാജശാസനം മൂലം തീർത്തും നിസ്സഹായനായതിനെ തുടർന്നാണ് നസ്രാണികളുടെ തലവനായിരുന്ന ജാതിക്ക് കർത്തവ്യൻ ഗീവർഗീസ് ആർച്ച് ബിഷപ്പ് മെനേസിസിന് മുമ്പിൽ കീഴടങ്ങിയത്. തുടർന്ന് അദ്ദേഹത്തിന് ആർച്ച് ബിഷപ്പിൻ്റെ മുമ്പിലെത്തി അദ്ദേഹം എഴുതി തയ്യാറാക്കി വെച്ചിരുന്ന 10 വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വന്നു. ഈ സഭയുടെ മേലുള്ള മാർപ്പാപ്പയുടെ അധികാരം ഏറ്റുപറയണമെന്നും അക്കാര്യം വിശദമായി ചർച്ച ചെയ്ത് സഭയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ
ഒരു സൂനകദോസ്, അതായത് മാർത്തോമാ നസ്രാണി സഭയുടെ പള്ളി പ്രതിപക്ഷ യോഗം വിളിച്ചു ചേർക്കണമെന്നുമുള്ള വ്യവസ്ഥകളും അതിലുണ്ടായിരുന്നു. ഇതിനിടെ 100-ലേറെ ചെറുപ്പക്കാർക്ക് അനധികൃതമായി പട്ടം കൊടുത്തും പ്രമാണിമാരെ ചെന്നുകണ്ട് അനുനയിപ്പിച്ചും സമാനമായി പണം നൽകിയും ധാരാളം പാർശ്വവർത്തികളെ സൃഷ്ടിക്കുകയും ചെയ്തു ആർച്ച് ബിഷപ്പ് മെനേസിസ്. പള്ളി പ്രതിനിധികളെ കൂടാതെ താല്പര്യമുള്ള ആർക്കും പങ്കെടുക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് ഈ പാർശ്വവർത്തികളെ മാത്രമല്ല പോർട്ടുഗീസ് ക്യാപ്റ്റനടക്കം അനേകം പോർട്ടുഗീസുകാരെയും അദ്ദേഹം ഈ സൂനകദോസിൽ പങ്കെടുപ്പിച്ചു. 1599 ജൂൺ 20 മുതൽ 27 വരെ നടന്ന ഈ സൂനകദോസിൽ എന്തെങ്കിലും തർക്കം ആരെങ്കിലും ഉന്നയിച്ചാൽ ഉടനെ ഈ പാർശ്വവർത്തികൾ എണീറ്റ് ആർച്ച് ബിഷപ്പ് മെനേസിസിനെ പിന്തുണയ്ക്കുകയും തർക്കം ഉന്നയിച്ചവരെ അടിച്ചിരുത്തുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അത്രേ ഉണ്ടായിരുന്നത്. സൂനകദോസ് നടപടികളെ വിലയിരുത്തിക്കൊണ്ട് LW ബ്രൗൺ എന്ന ബിഷപ്പ് എഴുതിയിരിക്കുന്നതിൻ്റെ മലയാളം ഇപ്രകാരമാണ്: നിരവധി എതിർപ്പുകൾ ഉയർന്നിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം ആർച്ച് ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികൾ എഴുന്നേറ്റ് സംസാരിക്കുമായിരുന്നു. എതിർപ്പുകൾ ഉന്നയിച്ചവർക്ക് ഒരു നേതൃത്വമോ തങ്ങളുടെ വാദങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയോ ധൈര്യമോ ഉണ്ടായിരുന്നുമില്ല. മെനേസിസിൻ്റെ ഉത്തമ സുഹൃത്തും പിൽക്കാലത്ത് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മെത്രാനുമായിരുന്ന ഫ്രാൻസിസ് റോസ് 1603 നവംബർ 20 ഈശോ സഭ ജനറാളിന് എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: മുഴുവൻ സത്യവും അങ്ങയോട് ഞാൻ പറയാം. ഈ സിനഡിലെ ചില കാനോനകൾ സിനഡ് അവസാനിച്ചതിന് ശേഷം ആർച്ച് ബിഷപ്പ് തന്നെ സ്വയം കൂട്ടിച്ചേർത്തതാണ്. ഒരു കാനോൻ പോലും ചർച്ച ചെയ്യുകയോ മാറ്റം വരുത്തുകയോ ചെയ്തില്ല. ഇതിന് ഒരു സിനഡിൻ്റെ രൂപമേ ഉണ്ടായിരുന്നില്ല. എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ ജനങ്ങൾ അത് കേട്ടുകൊണ്ടിരുന്നു. ഭാഷ മനസ്സിലാക്കിയിരുന്ന മറ്റു വൈദികരെ പോലെ എനിക്കും ഇക്കാര്യത്തിൽ നല്ല സാക്ഷ്യം വഹിക്കാൻ കഴിയും. അദ്ദേഹം തന്നെ 1603 ഡിസംബർ 27 റോമിലേക്ക് എഴുതിയ കത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഒരു കൂടിയാലോചനയും നടത്താതിരുന്നതിനാലും എന്താണ് അവിടെ നിയമമാക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് അറിവില്ലാതിരുന്നതിനാലും അതൊരു സിനഡ ആയിരുന്നില്ല. അവർ ഒപ്പിട്ടുവെങ്കിൽ അത് ഞാൻ ചെലുത്തിയ സമ്മർദ്ദം കൊണ്ടാണ്. ഇപ്രകാരം തോക്കിൻ മുനയിൽ നിർത്തിയും രാഷ്ട്രീയ ശക്തിയും സ്വാധീനങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിച്ചും കേരള ക്രൈസ്തവരെ നിന്ദയോടെ കണ്ടുകൊണ്ടും ഗോവ ആർച്ച് ബിഷപ്പ് അനധികൃതമായി നടത്തിയെടുത്ത ഒന്നായിരുന്നു ഉദയംപേരൂർ സൂനകദോസ്. അതുകൊണ്ട് തന്നെ ആ സൂനകദോസിനോ അതിലെ തീരുമാനങ്ങൾക്കോ ക്രൈസ്തവമായി യാതൊരു നീതീകരണവും കണ്ടെത്താനാവുകയില്ല. എന്നാൽ മതസാധുതയോ നിയമസാധുതയോ ഇല്ലാത്ത ഈ അതിക്രമ സൂനകദോസ് കൊണ്ട് റോമൻ സഭയ്ക്ക് നസ്രാണി സമൂഹം 16 നൂറ്റാണ്ടുകാലം അഭംഗുരം കാത്തുസൂക്ഷിച്ച തനത് വ്യക്തിത്വത്തെയും പൈതൃക പാരമ്പര്യങ്ങളെയും അപ്പോസ്തോലിക സഭാ സമ്പ്രദായങ്ങളെയും തച്ചു തകർത്ത് ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞു. പകരം മാർപ്പാപ്പായെയും പോർട്ടുഗീസ് രാജാവ് നിയോഗിക്കുന്ന മെത്രാന്മാരെയും ഈ സഭയെ കൊണ്ട് ബലം പ്രയോഗിച്ച് അംഗീകരിപ്പിച്ചു. അതോടെ റോമൻ രീതിയിലുള്ള അടക്കവാഴ്ചയ്ക്ക് നസ്രാണി സഭ പൂർണ്ണമായും വിധേയപ്പെട്ടു. സാമുദായികവും സാംസ്കാരികവുമായ ധാരാളം വിധിവിലക്കുകൾ അടിച്ചേൽപ്പിച്ച ഈ സൂനകദോസിൻ്റെ പിന്നിലെ ക്രൈസ്തവരാഹിത്യവും ക്രൂരതയും എത്രയെന്ന് കുടുംബസ്ഥരായിരുന്ന നസ്രാണി കത്തനാർമാരോട് തങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കാൻ അത് ആജ്ഞാപിച്ചു എന്നതിൽ നിന്നും അതിന് തയ്യാറാകാതിരുന്നവരെ ശപിക്കുകയും മഹറോൻ ചൊല്ലി സമുദായത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നതിൽ നിന്നും ഊഹിക്കാമല്ലോ. ഉദയംപേരൂർ സൂനകദോസിനെ ഇന്ന് വിലയിരുത്തുമ്പോൾ പാശ്ചാത്യ മത കൊളോണിയലിസത്തിൻ്റെയും പാശ്ചാത്യ മതമൗലികവാദത്തിൻ്റെയും കേരളത്തിലേക്കും മുഴുവൻ ഇന്ത്യയിലേക്കുമുള്ള കടന്നുകയറ്റത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു അതെന്ന് കാണാനാകും. അത് മതവർഗീയതയ്ക്കും മതവൈരത്തിനും മതകലഹങ്ങൾക്കും തുടക്കം കുറിച്ചു. ഒന്നായിരുന്ന കേരള നസ്രാണി സഭ ചിന്നിച്ചിതറി പല വിഭാഗീയ സഭകളാകാനും ഈ സൂനകദോസ് കാരണമായി. ഇന്ത്യയിൽ പാശ്ചാത്യ രാഷ്ട്രീയ കൊളോണിയലിസത്തിനും വഴിവരുന്നിട്ടത് മറ്റൊന്നല്ല. ഇപ്രകാരം കേരള സഭയ്ക്കെതിരായും പൗരസ്ത്യ റോമൻ സഭകൾക്കെതിരായും പാശ്ചാത്യ സഭ ചരിത്രത്തിൽ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ സംബന്ധിച്ച് തിരിച്ചറിവും കുറ്റബോധവും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് കാലത്തിൻ്റെയോ വ്യക്തികളുടെയോ ആയ സാഹചര്യങ്ങളാൽ വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ആ പൗരാണിക പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അവർ പരിശ്രമിക്കേണ്ടതാണ് എന്ന് വ്യക്തമായി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ ദേശത്തെ സഭകളോട് ആവശ്യപ്പെട്ടത്. പക്ഷേ റോമൻ അധികാരത്തിൻ്റെ രുചിയറിഞ്ഞ നമ്മുടെ മെത്രാന്മാർക്ക് അത് വേണ്ടായിരുന്നു. മെത്രാന്മാർക്ക് വേണ്ടെങ്കിലും നമുക്ക്, അതായത് ഈ സഭയ്ക്ക് അത് ആവശ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാരണം ഇന്നത്തെ സഭാപ്രശ്നങ്ങളെ സൂക്ഷ്മമായി നോക്കുന്ന പക്ഷം ഉദയംപേരൂർ സൂനകദോസ് ഈ സഭയിലും സമൂഹത്തിലും സൃഷ്ടിച്ച പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് അവയിൽ മിക്കതും എന്ന് കാണാൻ കഴിയും. അന്ന് പാശ്ചാത്യ മെത്രാന്മാരായിരുന്നു നമ്മുടെ സഭയെയും സഭയുടെ പൈതൃക പാരമ്പര്യങ്ങളെയും തകർത്തതെങ്കിൽ ഇന്ന് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട കേരള മെത്രാന്മാർ തന്നെ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് മെത്രാന്മാർക്ക് അതീതമായി
സഭാസമൂഹം ഒന്നാകെ ഉണരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ മെത്രാന്മാർ അത്യന്തം സങ്കീർണമാക്കിയിരിക്കുന്ന ഇന്നത്തെ ഈ സഭാ സാഹചര്യത്തെ മറികടന്നുകൊണ്ട് കേരള സഭയുടെ വ്യക്തിത്വം വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കൂ. മെത്രാന്മാരുടെയും മെത്രാൻ സിനഡിൻ്റെയും തീരുമാനങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാനാകും എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇവിടെ തെളിഞ്ഞു കിടക്കുന്ന ഒരു വഴി ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ തുറന്നിട്ടിരിക്കുന്ന സഭാ സിനഡ് സംബന്ധിച്ച കാഴ്ചപ്പാടാണ്. സഭയിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യത്തോടെ നടത്തപ്പെടുന്ന സിനഡുകൾക്ക് മാത്രമേ, അതായത് സിനഡാലിറ്റിയോട് കൂടിയ സിനഡുകൾ മാത്രമേ യഥാർത്ഥ സഭാ സിനഡാകൂ എന്ന ആശയമാണത്. മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്കും ആധുനിക മനുഷ്യൻ്റെ ജനാധിപത്യ ചിന്തകൾക്കും തികച്ചും നിരക്കുന്ന ഒരു ആശയമാണല്ലോ ഇത്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധവും ആധിപത്യപരവും അക്രൈസ്തവും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതുമായ ഇന്നത്തെ മെത്രാൻ സിനഡ് സമ്പ്രദായത്തിന് പകരം സീറോ മലബാർ സഭയിൽ സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് സമ്പ്രദായം നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. 2021 മുതൽ ഇതുവരെ സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് എന്ന വിഷയത്തിൽ വത്തിക്കാനിൽ നടന്ന എല്ലാ സിനഡുകളിലും നമ്മുടെ മെത്രാന്മാർ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യത്തോടു കൂടിയ ഈ സിനഡ് സമ്പ്രദായത്തിനെതിരെ അവരാരും സംസാരിച്ചിട്ടുമില്ല. അതായത് ഈ പുതിയ സഭാ സിനഡ് സമ്പ്രദായത്തെ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ സിനഡ് സമ്പ്രദായം സീറോ മലബാർ സഭയിൽ നടപ്പിലാക്കണമെന്ന ആവശ്യത്തെ നിരാകരിക്കുക എന്നത് നമ്മുടെ മെത്രാന്മാർക്ക് എളുപ്പമാവില്ല. എറണാകുളം അങ്കമാലി അതിരൂപതാ സമൂഹം നിലവിലുള്ള മെത്രാൻ സിനഡ് തീരുമാനങ്ങളെ അംഗീകരിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. ഫലത്തിൽ അവർ ചെയ്യുന്നത് ഇന്നത്തെ അക്രൈസ്തവമായ മെത്രാൻ സിനഡ് സമ്പ്രദായത്തെ നിഷേധിക്കലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ഘട്ടം നിയമനിഷേധത്തിൻ്റേതായിരുന്നുവല്ലോ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തൊട്ടടുത്ത ഘട്ടം സ്വയംഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ളതായിരുന്നുവെന്നും നമുക്കറിയാം. അതുപോലെ മെത്രാൻ സിനഡിൻ്റെ തീരുമാനങ്ങൾ നിഷേധിക്കുന്നതിനപ്പുറം അടുത്ത ഘട്ടമായി സഭയുടെ സ്വയംഭരണം ഉറപ്പുവരുത്തുന്ന സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് സമ്പ്രദായം നടപ്പാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് സീറോ മലബാർ സഭാ സമൂഹം, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതാ സമൂഹം കടക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കുർബാനക്രമ പ്രശ്നം ഉൾപ്പെടെ നമ്മുടെ സഭയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോരുന്നത്ര സർവതല സ്പർശിയാണ് ഈ മുദ്രാവാക്യമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, സിനഡാലിറ്റിയോട് കൂടിയ ഒരു സിനഡ് സമ്പ്രദായം സീറോ മലബാർ സഭയിൽ നടപ്പാക്കാനായാൽ ഇന്നത്തെ കൽദായവൽക്കരണ പിടിവാശിക്ക് നിലനിൽപ്പില്ലാതാകും. ഈ സഭയുടെ പൈതൃകം കൽദായ സഭയുടേതാണെന്ന വാദം ചരിത്രബോധമുള്ള ഇന്നത്തെ സീറോ മലബാർ സമുദായം ഉറപ്പായും തള്ളിക്കളയും. അതോടെ പൗരസ്ത്യ സംഘത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ഈ സഭ മാർപ്പാപ്പായ്ക്ക് നേരിട്ട് കീഴിലാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപനം അനുസരിച്ച് നമുക്ക് നമ്മുടെ തനത് പൈതൃകവും പൂർവ്വ പാരമ്പര്യങ്ങളും വീണ്ടെടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുകയില്ല. അതോടെ കേരള സഭ അതിൻ്റെ തനത് വ്യക്തിത്വത്തിലേക്ക് വരികയായി. എല്ലാ ആധിപത്യ സംവിധാനങ്ങളെയും മറികടന്ന് ഈ സഭ പള്ളിയോഗ സഭാഭരണ സമ്പ്രദായത്തിലൂടെ സ്വയംഭരണത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയായി. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിലുള്ള ഒരു ചിന്തയിലേക്കും ആലോചനയിലേക്കും ഗൗരവപൂർവ്വം കടന്നു വരാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.